സഹോദരിമാർ അറിയണം, 19 വയസ്സ് വരെ തന്നെ പോറ്റി വളർത്തിയ ഒരു വാപ്പയുടെ മുന്നിൽ വെച്ച് കല്യാണത്തിന്റെ തലേ ദിവസം വന്ന്, വാപ്പ നിങ്ങൾ പന്തൽ കെട്ടിക്കൊള്ളൂ, ഭണ്ഡാരികൾ ഒരുക്കിക്കൊള്ളൂ, ആളുകളെ വിളിച്ചുകൊള്ളൂ, പക്ഷേ നിങ്ങൾ പറയുന്ന കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല, കാരണം എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവർ ധരിച്ചു വെച്ചത് അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമെന്നാണ്. ഇല്ല, പടച്ചതമ്പുരാന്റെ കലാം സത്യമാണെങ്കിൽ ഒന്നാമത്തെ ഘട്ടം ദുരന്തം 1 ഈ ദുനിയാവിൽ നിന്ന് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം പ്രവാചകന്റെ വാക്കാണത്. എത്രയോ സഹോദരിമാരുണ്ട് സങ്കടം കൊണ്ടാണ് പറയുന്നത്, വിവാഹത്തിന്റെ മുമ്പ് പരപുരുഷനുമായി പരസ്ത്രീയുമായി ഏതൊരു ബന്ധം, പ്രേമമെന്നോ സ്നേഹമെന്നോ ഫ്രണ്ട്ഷിപ്പ് എന്നോ എന്തായിക്കോട്ടെ, ഇസ്ലാമികമായി അതിനൊറ്റ ഹുക്കുമേ ഉള്ളൂ, അത് വ്യഭിചാരമാണ്, അത് വ്യഭിചാരമാണ്. കണ്ടുകൊണ്ട് വ്യഭിചരിക്കുന്നു, കാതുകൊണ്ട് വ്യഭിചരിക്കുന്നു, ഫോൺ കൊണ്ട് വ്യഭിചരിക്കുന്നു, ബാപ്പയെ ചതിക്കുന്നു, ഉമ്മയെ ചതിക്കുന്നു, മാതാപിതാക്കളെ വഞ്ചിക്കുന്നു, സ്വന്തം ജീവിതത്തിൽ വിശ്വസിച്ച സ്വന്തം ആങ്ങളെയും അധ്യാപകരെയും കൊടും ക്രൂരമായി വഞ്ചിക്കുന്നു, എന്നിട്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രഹസ്യമായി വ്യഭിചരിക്കുന്നു. ഇതല്ലേ കൂട്ടരെ പ്രേമം, ഇതല്ലേ കൂട്ടരെ ഒളിച്ചുപോക്ക്.